ആരാത്? മനുഷ്യൻ പേടിച്ചു പോയല്ലോ. ഇങ്ങനെയാണോ ഒരാളെ തട്ടി വിളിക്കുന്നേ? എനിക്ക് പോലെ അറ്റാക്ക് വന്നിരുന്നെങ്കിലോ? അയ്യോ, തമ്പുരാന് ക്ഷമിക്കണേ. താൻ ആരാണോ? എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാണെന്ന്, ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കാൻ താനാണോ? തന്റെ വീടോ? മനസ്സിലായില്ല. ഞാനിവിടെ താമസിക്കാൻ വന്നതാ. ഓഹോ, അപ്പൊ എന്നെ അറിയില്ല? ഇല്ല. അപ്പൊ എന്നെ കുറിച്ച് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല? ഇല്ലല്ലോ. അന്ന് കേട്ടോളൂ, ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥൻ രഘുവരന്റെ ഒരേ ഒരു ഇളയ മോളാണ്. ഓ, ഗംഗയുടെ അനിയത്തിയാണോ താൻ? അല്ല, അവൾ എന്റെ ചേച്ചിയാ. എന്നോട് പറഞ്ഞു ഞാൻ രഘുവരന്റെ ഇളയ മോളാന്ന്. അതൊന്ന് ആദ്യം പറയണ്ടേ? ഞാൻ കരുതി വഴിയെ പോയ വല്ല പിള്ളേരും കഥവ് തുറന്നു കിടക്കുന്ന കണ്ടിട്ട് കേറിയതാണെന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ തോന്നിയോ? ആ, ശരിക്കും. ഞങ്ങൾ ചേട്ടന്റെ ഫുഡും കൊണ്ടുവന്നതാ. ഞങ്ങളോ? അത് കൂടാരാ? ഗംഗേച്ചിയുണ്ട്. ആണോ? എന്നിട്ട് ഗംഗ എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ചേച്ചി ഉമ്മർത്തുണ്ട്. ഞാൻ വെറുതെ ഇവിടേക്കൊന്ന് ചുറ്റിക്കാണാൻ വന്നതാ. ആ, എന്നാ തൻ്റെ അവരോട് നടക്കട്ടെ. ഞാൻ ഗംഗ കണ്ടിട്ട് വരാം. എന്താ ഗംഗ നോക്കുന്നത്? ഞാനൊന്നും നോക്കിയില്ല. പിന്നെന്താ മുറിയിൽ? അതോ, അത് അമ്മ പറഞ്ഞേ ഇവിടെയൊക്കെ അടുക്കിപ്പെറുക്കി വെക്കാറുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞേ. അപ്പോഴാണ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ ടേബിളൊക്കെ ആകെ വൃത്തികേടായിട്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്നു. പിന്നെ വൃത്തിയാക്കിയിട്ട് അങ്ങ് പോവാന്ന് കരുതി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഗംഗ. ആ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചി കുറച്ചു മുമ്പ് അടിച്ചു വാരി തൂത്തുടച്ച് പോയതേ ഉള്ളൂ. ആണോ? അവര് വന്നായിരുന്നോ? ആ, അവരൊന്നും നന്നായിട്ടൊന്നും ചെയ്യത്തില്ലെന്നേ. നമ്മളെല്ലാം നോക്കിയും കണ്ട് ചെയ്യിക്കണം. ഇതിപ്പം നിങ്ങൾക്കത് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുവാണേ. ഫുഡ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇയാൾക്കിത് എന്താ പറ്റി? ഭദ്രേ, ഭദ്രേ, ഈ പിന്നെ ഇതേ കൂടെ പോയി. വാ പോവാ, ഞങ്ങൾ ഇറങ്ങുവാണേ. ഞാൻ അയാളോട് നല്ല ജാടയിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് വല്ല സംശയം തോന്നി കാണുമോ? ചേച്ചി ഇത് എവിടെയാ? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? എന്താ എന്താ പറഞ്ഞേ? ചേച്ചി ഇത് എവിടെയാ? എന്താ ചേച്ചി, അയാളോട് വല്ല ക്രഷും തോന്നിയോ? ഇന്ദ്രേട്ടന് വെറുതെ പണിയുണ്ടാക്കി കൊടുക്കരുത് കേട്ടോ. ക്രഷോ? പെണ്ണെ, നിന്റെ വായി നല്ലതൊന്നും വച്ചിട്ടേ. എപ്പോഴും എന്റെ വായിലിരിക്കണം എന്തെങ്കിലും കേട്ടോണ്ടിരിക്കണം. അല്ല, ചേച്ചിയുടെ ഈ ലോകം മറന്നുള്ള നിപ്പ് കണ്ടോണ്ട് ചോദിച്ചതാ. ഇനി അങ്ങനെ അധികം ചോദ്യങ്ങളൊന്നും എന്റെ കുട്ടി ചോദിക്കണ്ട. വേഗം നടന്ന് വരാൻ നോക്കും വായടച്ചോണ്ട്. ഓ